കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളക്കരയിലെ പ്രഗത്ഭരായ പ്രഭാഷകന്മാർ പല വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇതിനു മുമ്പും അൽഹംദുലില്ലാഹ് ഈ പ്രദേശത്ത് വരികയും പ്രഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും അൽഹംദുലില്ലാഹ് മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ എന്ന ഒരു വിഷയം ഇന്നിവിടെ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു നല്ല രീതിയിൽ പറയുവാനും അത് കേൾക്കുവാനും പറയുന്നതിലും കേൾക്കുന്നതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. KL 14 AB 2671 ബ്രസ റോഡിൽ ബ്ലോക്കായിട്ട് കിടക്കാണ്, മാറ്റാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഏവരും സന്നിഹിതരായിരിക്കുന്നത്. ഭൂമിയിലെ സ്വർഗത്തോപ്പ് എന്ന് വിശേഷിപ്പിച്ച ഇൽമിന്റെ മജ്ലിസിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് വിശാലമായ സൗകര്യം ഇവിടെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. പരിസരത്ത് നിന്നുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഇവിടെ സന്നദ്ധമാക്കിയിട്ടുള്ള ഈ പന്തലിലേക്ക് കയറിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 10:15 വാഴ ഏകദേശം പകുതിയാകേണ്ട സമയമായി. 12 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിച്ച് 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ഏവർക്കും പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ പരിപൂർണമായും കബൂലാക്കുമാറാവട്ടെ. ദുആ ചെയ്യുമ്പോൾ എല്ലാവരും ആമീൻ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടു കൂടി എല്ലാവരും സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധനായ സ്വഹാബി വര്യനാണ് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനവുമായി പ്രചാരണം ആരംഭിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച പ്രമുഖനായ സ്വഹാബി വര്യനാണ് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു. ഒരു നിഴല് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത സ്വഹാബി വര്യൻ, രാവന്തില്ലാതെ പകലെന്നില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്നുകൊണ്ട് പ്രവാചകന്റെ ഖാദിമായി നിലനിന്ന വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് വല്ലാത്ത ഒരു അടുപ്പമുണ്ടായി. ഒരു നിഴല് പോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന് പ്രവാചകന്റെ ഖാദിമായി കഴിഞ്ഞുകൂടിയ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിരറ്റ സ്നേഹമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു രീതിയാണ്, തനിക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിനു പ്രത്യുപകാരം ചെയ്തു കൊടുക്കുക എന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രകൃതമാണ്. ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെയാകണം. നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ നമ്മൾ തിരിച്ചു പ്രത്യുപകാരം ചെയ്യണം. ഒരു നേരത്തെ ഭക്ഷണം നമുക്കൊരാൾ തന്നാൽ തിരിച്ചവർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കണം. നമ്മളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യുപകാരമായി അവൻ പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ തിരിച്ചും നാം സഹായം ചെയ്യണം. സഹായം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ മനസ്സ് നിറയുവോളം നിങ്ങൾ ദുആ ചെയ്ത് കൊടുക്കണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന് ഖിദ്മത്ത് ചെയ്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദ്ദേഹത്തോട് വല്ലാത്ത ഒരു സ്നേഹം, വല്ലാത്ത ഒരു അടുപ്പം. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ചാരത്തേക്ക് വിളിക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ ചാരത്തേക്ക് വിളിക്കുകയാണ്. തന്റെ സവിധത്തിലേക്ക് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സൽ റബീഅ
എന്തു വേണമെങ്കിലും നീ എന്നോട് ആവശ്യപ്പെട്ടോ റബിയ, എന്ത് വേണമെങ്കിലും നീ എന്നോട് ചോദിച്ചോ റബിയ, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം, നിന്റെ ആവശ്യങ്ങൾ ഞാൻ നിർവഹിച്ചു തരാമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റബീയത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ, റബീയത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം നബിയേ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാ നബിയേ. അങ്ങനെ ആലോചിച്ചിട്ട് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് റബീഅ വരികയാണ്. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്നങ്ങനോട് പറഞ്ഞല്ലോ, എന്ത് ആഗ്രഹം വേണമെങ്കിലും ഞാൻ സാധിച്ചു തരാമെന്നങ്ങനോട് പറഞ്ഞല്ലോ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ, സ്വർഗലോകത്തെ അങ്ങയോടൊപ്പം എനിക്ക് സഹവസിക്കണം, അങ്ങയുടെ സഹവാസം സ്വർഗലോകത്ത് എനിക്ക് കിട്ടണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വഹാബാക്കളെല്ലാം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് റസൂലുള്ളാഹിയോടൊപ്പം സ്വർഗത്തിൽ കടക്കാനാ, മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കാനാ. സഹാബാക്കളൊക്കെ ആഗ്രഹിച്ചത്, നമ്മളും ആഗ്രഹിക്കേണ്ടത് എന്താണ്? നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സ്വർഗത്തിൽ സഹവസിക്കണമെന്നാണ്. ആ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ ആ നബി തങ്ങളെ കാണണമെന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. നമ്മളെ വല്ലാതെ സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നമ്മളോട് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്ന പ്രവാചകൻ, ആ പ്രവാചകനെ ദുനിയാവിൽ വെച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ദുനിയാവിൽ വെച്ച് പ്രവാചകനെ കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. നാളെ പടച്ചവന്റെ പരലോകത്ത് പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണ്ടേ പ്രിയപ്പെട്ടവരെ? നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നബി മുഹമ്മദ്